നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെയാണ്. തുടർച്ചയായ 4-ാമത്തെ വർഷമായിരുന്നു അവർ ഈ ഒരു പ്രീമിയർ ലീഗ് കിരീടം സ്വന്തമാക്കിയിരുന്നത്. ആഴ്സണൽ വലിയ രൂപത്തിലുള്ള വെല്ലുവിളി അവർക്ക് ഉയർത്തിയിരുന്നു. പക്ഷേ അവസാനത്തിൽ ആഴ്സണലിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരികയായിരുന്നു. ഇപ്പോഴിതാ കഴിഞ്ഞ സീസണിലെ PFA അവാർഡുകൾ ഔദ്യോഗികമായി കൊണ്ട് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും മികച്ച താരമായിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി സൂപ്പർ താരമായ ഫിൽ ഫോഡനാണ്. ഇത് ആദ്യമായിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. നേരത്തെ 2 തവണ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. സഹതാരങ്ങളായ റോഡ്രി, അതുപോലെ തന്നെ ഏർലിംഗ് ഹാലൻഡ്, ആഴ്സണൽ താരം ഒഡേഗാർഡ്, ചെൽസി താരം കോൾ പാൽമർ, അതുപോലെ തന്നെ ആസ്റ്റൺ വില്ല താരം ഒല്ലി വാറ്റ്കിൻസ് എന്നിവരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് ഫിൽ ഫോഡൻ പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ഗംഭീര പ്രകടനമാണ് അദ്ദേഹം സിറ്റിക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. 27 ഗോളുകളും 12 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അർഹിച്ച പുരസ്കാരമാണ് ഫിൽ ഫോഡനെ തേടിയെത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ ഒന്നുമില്ല. അതേസമയം ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് ചെൽസിയുടെ യുവ പ്രതിഭയായ കോൾ പാൽമറാണ്. കഴിഞ്ഞ സീസണിൽ ചെൽസിക്ക് വേണ്ടി അത്ഭുതകരമായ പ്രകടനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റി വിട്ടുകൊണ്ട് ചെൽസിയിലെത്തിയ അദ്ദേഹം 22 ഗോളുകളും 11 അസിസ്റ്റുകളും സ്വന്തമാക്കുകയായിരുന്നു. മറ്റ് സൂപ്പർ താരങ്ങളായ കോബി മൈനു, ബുക്കയോ സാക്ക, അതുപോലെ തന്നെ അലജാൻഡ്രോ ഗർനാച്ചോ എന്നിവരെയെല്ലാം പിറകിലാക്കിക്കൊണ്ടാണ് കോൾ പാൽമർ ഈ ഒരു പുരസ്കാരം ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം കഴിഞ്ഞ സീസണിലെ ബെസ്റ്റ് 11 ഇവർ പുറത്തുവിട്ടിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ എന്നിവരുടെ ആധിപത്യം തന്നെയാണ് നമുക്ക് ഈ ഒരു 11-ൽ കാണാൻ കഴിയുക. ഏതായാലും പുതിയ സീസണിന് ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും ഒക്കെ ഇപ്പോൾ വിജയിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. പതിവ് പോലെ ഒരു കടുത്ത കിരീട പോരാട്ടം എല്ലാവരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.